ഇത് നമ്മൾ റംബൂട്ടാനാണ്. റംബൂട്ടാൻ നല്ല നാടൻ റംബൂട്ടാനാണ്. നമുക്ക് റംബൂട്ടാൻ്റെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ഇത് 16 കിലോ റംബൂട്ടാനുണ്ട്. ഇത് ഇനി നമുക്ക് ഒന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. തൊണ്ട് പൊളിച്ച് അതിൻ്റെ ഫ്രഷ് മാത്രം എടുക്കണം. അതിൻ്റെ തൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. വൈനിടാനായിട്ട് ഇതിൻ്റെ തൊണ്ട് നമുക്കൊന്ന് പൊളിച്ചെടുക്കണം. അതിൻ്റെ ശേഷം കാണാം. അതിൻ്റെ കൂടെ ഇതിൽ ചേർക്കാനായിട്ടൊരു ലേശം ഗോതമ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഇത്തിരി കിക്ക് കിട്ടാനൊക്കെ ആയിട്ട് ആളുകൾക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്വീറ്റായിട്ട് വരും. അതുകൊണ്ട് ഗോതമ്പ് നമ്മൾ സാധാരണ ഗോതമ്പ് ഉപയോഗിച്ചാൽ മതി. സൂചി ഗോതമ്പായാലും കുഴപ്പമില്ല. അത് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. അതിന് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് ഗോതമ്പ് നമ്മൾ കഴുകി വെയിലത്തിട്ടിരിക്കുന്നതാണ്. ഏകദേശം ഒരു പിടുത്തം ഗോതമ്പ് അത് മതിയാകും. ഓക്കെ, വൈനിടാനായിട്ടുള്ള റംബൂട്ടാൻ തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ്. നമ്മൾ 16 കിലോ റംബൂട്ടാനാണ് നമ്മൾ തൊണ്ട് കളഞ്ഞെടുത്തത്. തൊണ്ട് കളഞ്ഞെടുത്തപ്പോൾ അത് 8 കിലോ പഴം കിട്ടി. അത് വളരെ വൃത്തിയായിട്ട് എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, 2 ജാതിക്കായ, പിന്നെ നമ്മൾ വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുത്ത ഗോതമ്പ് 2 കിഴി കെട്ടി കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് പഞ്ചസാര, 8 കിലോ പഞ്ചസാര. അപ്പോൾ ഇതിന് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം എന്നിട്ട് കാണാം. നമ്മൾ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസാണ്. അതും ഗോതമ്പും എല്ലാം ഞാൻ ഭരണിയിലേക്ക് ഇടുകയാണ്. ഭരണിയിലേക്ക് അഡ്വാൻസായിട്ട് കുറച്ച് റംബൂട്ടാൻ്റെ പഴം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇത് ഇടുകയാണ്. എന്നിട്ട് ബാലൻസ് റംബൂട്ടാനും കൂടെ അതിനകത്തേക്ക് ഫില്ല് ചെയ്യുകയാണ്.